നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 5-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ത്യയിലെ വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വർണം വിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 അവതരിപ്പിച്ച ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം കൂടുതൽ പരിഷ്കാരങ്ങളോടുകൂടി വീണ്ടും നടപ്പിലാക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരുങ്ങുകയാണ്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഏകദേശം 10 ലക്ഷം കിലോ സ്വർണം ഇത്തരത്തിൽ ശേഖരിക്കാൻ ലക്ഷ്യമിടുന്ന പുതിയ പദ്ധതിയിൽ മുൻപത്തെ പോലെ ബാങ്കുകൾക്ക് പുറമെ പ്രമുഖ ജ്വല്ലറികളെ കൂടി പങ്കാളികളാക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചന. രാജ്യത്തെ സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കാനും വിദേശ നാണയ ശേഖരം അത് സംരക്ഷിക്കാനും ഇത്തരമൊരു സംവിധാനം വേണമെന്ന് വ്യാപാരികളും ആവശ്യപ്പെട്ടിരുന്നു. വീടുകളിലുള്ള സ്വർണത്തിൻ്റെ 5% പുറത്തെടുത്ത് റീസൈക്കിൾ ചെയ്യാൻ കഴിഞ്ഞാൽ സ്വർണ്ണ ഇറക്കുമതി പൂർണ്ണമായിട്ടും നിർത്താനാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കുറഞ്ഞത് 10 ഗ്രാം സ്വർണം മുതൽ നിശ്ചിത കാലത്തേക്ക് നിക്ഷേപിക്കാനും കാലാവധി കഴിയുമ്പോൾ അതേ തൂക്കത്തിലുള്ള സ്വർണമോ അന്നത്തെ വിപണി വിലയോ പലിശ സഹിതം തിരികെ വാങ്ങാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേവലം 38 ടൺ സ്വർണം മാത്രമാണ് മുൻപത്തെ പദ്ധതി വഴി ശേഖരിക്കാനായത് എന്നതും സ്വർണ്ണവില ഉയർന്നപ്പോൾ പലിശ നൽകേണ്ടി വന്നത് സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നതും കണക്കിലെടുത്ത് പുതിയ പലിശ നിരക്കുകളോടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇക്കുറി പദ്ധതി അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സാധാരണക്കാർക്ക് തങ്ങളുടെ കൈവശമുള്ള സ്വർണത്തിൽ നിന്ന് സുരക്ഷിതമായി തന്നെ പലിശ വരുമാനം നേടാനുള്ള മികച്ചൊരു അവസരം കൂടിയായിരിക്കും ഇത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി നൽകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതിയ സർക്കാരിൻ്റെ ആദ്യ 100 ദിന കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. വിവിധ വകുപ്പുകളിലായിട്ട് ആകെ 541 പരിപാടികളാണ് ഈ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പദ്ധതികളുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ 20 ദിവസത്തിലും ഇതിൻ്റെ പുരോഗതി അത് കൃത്യമായിട്ട് വിലയിരുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ധനബില്ല് പാസ്സാക്കിയതിന് പിന്നാലെ ഈ പ്രഖ്യാപനത്തോടെ നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്തു. വൻ വിവാദങ്ങൾക്കൊടുവിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഘടന ഉൾപ്പെടുത്തിയ ധനബില്ലാണ് നിയമസഭ പാസ്സാക്കി. ഈ 100 ദിവസത്തിനുള്ളിൽ നിരവധി ക്ഷേമ വികസന പദ്ധതികളാണ് നടപ്പിലാക്കാനായിട്ട് സർക്കാർ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. യുവാക്കൾക്കായിട്ടുള്ള കണക്ട് വർക്ക് സ്കോളർഷിപ്പും സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന കുടിശ്ശിക നിവാരണ പദ്ധതിയും ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കർമ്മ പദ്ധതിയിൽ മറ്റെന്തെല്ലാം പ്രധാന തീരുമാനങ്ങളാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് വരും ദിവസങ്ങളിൽ ലഭിക്കുന്ന അറിയിപ്പുകൾ പ്രകാരം തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, KSRTC ബസ്സുകളിൽ മുതിർന്ന പൗരന്മാർക്കായിട്ട് സംവരണം ചെയ്ത സീറ്റുകളിൽ അനധികൃതമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യുകയും അവർ കയറുമ്പോൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് വിസമ്മതിക്കുകയും ചെയ്താൽ യാത്രക്കാരിൽ നിന്ന് 100 രൂപ പിഴ ഈടാക്കുമെന്ന് KSRTC വ്യക്തമാക്കിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. മുതിർന്ന പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കാനും പൊതുയാത്രകളിൽ പാലിക്കേണ്ട സാമൂഹിക മര്യാദകളെക്കുറിച്ചൊക്കെ തന്നെ ബോധവൽക്കരണം നൽകാനുമാണ് ഇത്തരമൊരു നടപടിയെന്നും അധികൃതർ അറിയിച്ചു. ഇതോടൊപ്പം തന്നെ പ്രിയദർശിനി സൗജന്യ യാത്രയിലൂടെ ലാഭിക്കാൻ കഴിയുന്ന തുക നിക്ഷേപിക്കാനായിട്ട് സ്ത്രീകൾക്കായി KSFEയിൽ പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. കേരളത്തിലെ വനിതകൾക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയാണ് ഈ പിങ്ക് ചിട്ടിയുടെ ലക്ഷ്യമെന്നും സൗജന്യ യാത്രയിലൂടെ ലാഭിക്കുന്ന തുക ഇതിലേക്ക് നിക്ഷേപിച്ച് അവർക്ക് സ്വന്തമായിട്ടൊരു കരുതൽ ഒരുക്കാനായിട്ട് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതി വഴി സർക്കാരിനുണ്ടാകുന്ന 1000 കോടി രൂപയുടെ നഷ്ടം വെറുമൊരു സാമ്പത്തിക നഷ്ടമായിട്ട് താൻ കാണുന്നില്ലെന്നും ഇത് സമൂഹത്തിൽ വലിയൊരു സാമ്പത്തിക മാറ്റത്തിന് കാരണമാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. യാത്രാലാഭം പിങ്ക് ചിട്ടി വഴി വനിതകളുടെ കൈകളിലേക്ക് എത്തുന്നതോടെ അവരുടെ വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാകുമെന്നും ഭാവിയിൽ വലിയൊരു സമ്പാദ്യം കെട്ടിപ്പടുക്കാനായിട്ട് അവർക്ക് സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായിട്ടും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഉയർന്ന ശമ്പളം വാങ്ങുന്നവർക്ക് സ്വന്തമായി ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം പ്രിയദർശിനി പദ്ധതിയിൽ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് EPFO അക്കൗണ്ടിൽ നിന്ന് പണം ഭാഗികമായി പിൻവലിക്കുന്നതിനുള്ള നിബന്ധനകളിലൊക്കെ തന്നെ EPFO ചരിത്രപരമായിട്ടുള്ള വൻ ഇളവുകൾ പ്രഖ്യാപിച്ചു. പുതിയ പരിഷ്കാരങ്ങൾ പ്രകാരം അക്കൗണ്ടിലെ ആകെ തുകയുടെ 75% വരെ തൊഴിലാളികൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ആവശ്യങ്ങൾക്ക് മാത്രമല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഏത് ആവശ്യത്തിനും ഇനി മുതൽ പിൻവലിക്കാൻ സാധിക്കും. കേന്ദ്ര സർക്കാർ സാമൂഹിക സുരക്ഷാ കോഡിൻ്റെ ഭാഗമായിട്ട് എംപ്ലോയീസ് പെൻഷൻ പദ്ധതി നിയമങ്ങളൊക്കെ തന്നെ വിജ്ഞാപനം ചെയ്തതിനൊപ്പമാണ് EPFO സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് അംഗീകരിച്ച ഈ പുതിയ ഇളവുകളുമൊക്കെ തന്നെ പ്രാബല്യത്തിൽ വരുന്നത്.
മുൻപുണ്ടായിരുന്ന കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ജീവനക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ തന്നെ പെട്ടെന്ന് പണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് EPFOയുടെ ഈ ഒരു നടപടി. മുൻപ് ഭവന നിർമ്മാണ ആവശ്യങ്ങൾക്ക് മാത്രമേ വലിയ തുക, അതായത് ആകെ തുകയുടെ 90% വരെ പിൻവലിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. കൂടാതെ ചികിത്സ, അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് തൊഴിലാളികളുടെയൊക്കെ തന്നെ വിഹിതം മാത്രമേ പിൻവലിക്കാനായിട്ട് കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമപ്രകാരം ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള ഏത് ആവശ്യത്തിനും തൊഴിലാളികളുടെയും അതോടൊപ്പം തന്നെ തൊഴിലുടമയുടെയും ഒക്കെ തന്നെ വിഹിതം ചേർന്ന ആകെ തുകയുടെ 75% വരെ ലഭിക്കുന്നതാണ്. അതേസമയം PF അക്കൗണ്ടിൽ നിന്ന് എത്ര തുക പിൻവലിച്ചാലും വിരമിക്കുന്ന കാലയളവിലേക്കുള്ള സുരക്ഷിതത്വത്തിനായിട്ട് ആകെ തുകയുടെ 25% നിർബന്ധമായിട്ടും അക്കൗണ്ടിൽ ബാക്കി നിലനിർത്തണം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറെ സന്തോഷം നൽകുന്ന രീതിയിൽ നിലവിലുള്ള പെൻഷൻ തുക ഒറ്റയടിക്ക് 1000 രൂപ വർദ്ധിപ്പിച്ച് 3000 രൂപയാക്കി ഉയർത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായിട്ട് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ പെൻഷൻ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ പുതിയ തുക ഓട്ടോമാറ്റിക്കായിട്ട് എത്തുന്നതാണ്. അതോടൊപ്പം തന്നെ പുതുതായിട്ട് അപേക്ഷിക്കുന്ന വ്യക്തികൾക്കും ഇതേ നിരക്കിൽ തന്നെയായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുക. എന്നാൽ മുൻകാലങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തമായിട്ട് പെൻഷൻ വിതരണത്തിൽ സുതാര്യത ഒക്കെ തന്നെ ഉറപ്പുവരുത്തുന്നതിനായിട്ട് പുതിയ അപേക്ഷകളിലെല്ലാം തന്നെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തുന്ന കർശനമായിട്ടുള്ള ഭൗതികതല പരിശോധന, അതായത് ഫീൽഡ് ലെവൽ വെരിഫിക്കേഷൻ സർക്കാർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഫീൽഡ് പരിശോധനയ്ക്ക് ശേഷം അപേക്ഷ അപ്രൂവ് ചെയ്തതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സന്ദേശം, അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ ലഭിച്ചാൽ മാത്രമേ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക കൈപ്പറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇത്തരം അപേക്ഷകളൊക്കെ തന്നെ അയോഗ്യമായി തന്നെ കണക്കാക്കുന്നതാണ്. നിലവിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്കും അതോടൊപ്പം തന്നെ അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് വിധവാ പെൻഷൻ സ്കീമുകളിലേക്കും ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയും അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ തന്നെ അപേക്ഷ സമർപ്പിക്കാം. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഇതിന് അർഹതയുള്ളൂ എന്നതിനാൽ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് ഇവിടെ നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ അപേക്ഷകരുടെയൊക്കെ തന്നെ റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, അതോടൊപ്പം തന്നെ ഫോട്ടോ എന്നിവയ്ക്കൊപ്പം വീടിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്ന സത്യവാങ്മൂലവും ആവശ്യമായിട്ടുള്ള വിഭാഗങ്ങൾക്കൊക്കെ തന്നെ മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രവും അപേക്ഷയോടൊപ്പം തന്നെ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് കൂടുതൽ പേർക്ക് BPL പിങ്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിനായിട്ട് അർഹതാ മാനദണ്ഡങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഇളവുകൾ ഇപ്പോൾ വരുത്താൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ്. നിലവിൽ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 4 ചക്ര വാഹനം, 1 ഏക്കറിലധികം ഭൂമി എന്നിവയുള്ളവർക്ക് മുൻഗണനാ കാർഡിന് അർഹതയില്ലായിരുന്നു. എന്നാൽ പുതിയ തീരുമാനപ്രകാരം വീടിൻ്റെ വിസ്തീർണം അത് 1200 സ്ക്വയർ ഫീറ്റ് വരെയായും വാഹനങ്ങൾ 800 cc താഴെയായും ഉയർത്തും. ഒപ്പം കുട്ടനാട്ടിലെ വെള്ളക്കെട്ട് പോലെയുള്ള കൃഷിയോഗ്യമല്ലാത്ത 1 ഏക്കറിലധികം ഭൂമിയുള്ളവർക്കും ഇളവ് ലഭിക്കുന്നതാണ്. അനർഹരിൽ നിന്നൊക്കെ തന്നെ കാർഡുകൾ പിടിച്ചെടുക്കുന്നതിലൂടെ സംസ്ഥാനത്ത് 1.5 ലക്ഷത്തോളം ഒഴിവുകൾ വന്നിട്ടുണ്ടെങ്കിലും കർശനമായിട്ടുള്ള നിയമങ്ങൾ കാരണം അർഹരായിട്ടുള്ള പല സാധാരണക്കാർക്കും പട്ടികജാതി കുടുംബങ്ങൾക്കും അപേക്ഷിക്കാൻ കഴിയുന്നില്ലെന്ന വിലയിരുത്തലിലാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. രോഗികളെയും അതോടൊപ്പം തന്നെ പ്രായമായവരെയും ഒക്കെ തന്നെ ആശുപത്രികളിൽ എത്തിക്കാനായിട്ട് ചെറിയ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുന്നവർക്കും ഈ തീരുമാനം വലിയ ആശ്വാസമാകും. സർക്കാരിൻ്റെ ഈ പുതിയ നീക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റം തുടരുന്നു. 2026 ജൂലൈ 4 ശനിയാഴ്ച സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,450 രൂപയും അതോടൊപ്പം തന്നെ പവന് 200 രൂപ കുറഞ്ഞ് 1,07,600 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.